നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അശോകേട്ടൻ വിളിച്ചു പറഞ്ഞ അപവാദങ്ങളൊന്നും അവർ വിശ്വസിച്ചിട്ടുമില്ല. അതിലൊന്നും യാതൊരു അനിഷ്ടവും കാണിച്ചിട്ടില്ല. അത് അത്യാവശ്യമായിട്ട് കാണുന്നു പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ വിവാഹബന്ധം ഉപേക്ഷിക്കുക. ദേവി നാവിൻ തുമ്പിൽ വന്ന് പറഞ്ഞത് അച്ചട്ട നടത്തും, നടന്നിരിക്കും. മരണം ഒന്നല്ല, രണ്ട, അമ്മയും മകനും. മോനെ, താലി വെച്ച തട്ടം നിലത്ത് വീണ് തന്നെ ഏറ്റവും വലിയ ദുർലക്ഷണം. എല്ലാം അറിയുന്ന അതിദിവ്യനായ സ്വാമിജി പറഞ്ഞതും കേട്ടല്ലേ? ദേ, നമുക്ക് ഈ താലി പൂജയും വേണ്ട, വന്ദനായിട്ടുള്ളൊരു ബന്ധവും വേണ്ട. അമ്മയുടെ തീരുമാനം പുരോഗമന ചിന്താഗതിക്കാരനും പത്രപ്രവർത്തകനുമായ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കുറെ ദുഷിച്ച അന്ധവിശ്വാസങ്ങൾ ഇവിടെ കണ്ടത്. ഒരു പെൺകുട്ടിയുടെ ഭാവി തകർക്കാനല്ലാതെ രക്ഷിക്കാനുള്ള എന്തെങ്കിലും മാർഗം ആ സന്യാസി പറഞ്ഞോ? എന്നാൽ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാം. ഈ ജന്മം ഞാനൊരു കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് വന്ദനയെ മാത്രമായിരിക്കും. നമ്മൾ വീട്ടിലെത്തുന്നതിന് മുമ്പായി ഇതുപോലെ ദുർലക്ഷണമാണെന്ന് പറയാവുന്ന എന്തെങ്കിലും സംഭവം ഉണ്ടായ അമ്മയുടെ വാക്ക് ഞാൻ അനുസരിക്കാം. ഈ ബന്ധത്തിൽ ഞാൻ പിന്മാറാം. അതുപോലെ അമ്മ വന്നേ. അവന്റെ മനസ്സിപ്പോഴും എന്റെ വന്ദനയല്ല. വിവാഹം മുടക്കാമെന്ന് വന്ദനയ്ക്ക് കൊടുത്ത വാക്ക് എനിക്ക് പാലിക്കണം. പാലിച്ചേ പറ്റൂ. ഭഗവതി, അവിടുത്തെ ദാസനായ ഈ ജഗനെ കനിഞ്ഞനുഗ്രഹിക്കണേ ദേവി. അളിയ, സന്യാസി വേഷം ഞാൻ വളരെ ഭംഗിയായിട്ട് ആടിയിട്ടുണ്ട്. ആർക്കൊരു സംശയം തോന്നിയിട്ടില്ല. പക്ഷെ അന്ധവിശ്വാസം ഒട്ടുമില്ലാത്ത ഗൗതത്തിന് മുന്നിൽ അതേറ്റ ലക്ഷണം കാണുന്നില്ല. എടാ, ഗൗതം അമ്മയും വീട്ടിലേക്ക് പോവുക. അവര് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും വന്ദനയുടെ കല്യാണം മുടക്കാനുള്ള അവസരം കിട്ടൂല. ഒരു വഴിയുണ്ട്. എന്ത് വഴി? നീ കണ്ടോ? എന്താ പറ്റിയേ? അയ്യോ, ചോര മുറിഞ്ഞിട്ടുണ്ടല്ലോ. അമ്മ, ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ കോട്ടൺ തുണിയൊക്കെ ഉണ്ട്. അവന്നെടുത്തേ. ഹോസ്പിറ്റലിൽ പോണോ? വേണ്ടമ്മേ, കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു തട്ട്. പെൺകുട്ടിയുടെ ജാതകദോഷം ജന്മനേ ഉള്ളതാണ്.
അത് മാറ്റാൻ ആർക്കും സാധ്യമല്ല. ഈ വിവാഹബന്ധം ഉപേക്ഷിക്കും. ഇപ്പൊ മനസ്സിലായില്ലേ മോനെ, ആ സന്യാസി പറഞ്ഞത് എത്ര ശരിയെന്ന്. വന്ദനയുടെ ജാതകദോഷം നമ്മൾ കരുതുന്നതിനേക്കാളും വലുതാ. ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ ഉണ്ടായ അനുഭവം കണ്ടില്ലേ? ദേവിയുടെ തിരുമുമ്പിൽ വെച്ചായതുകൊണ്ട് ഇത്രേ സംഭവിച്ചുള്ളൂ. അല്ലെങ്കിൽ നിന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുമായിരുന്നു. ഒരു പ്രായം ചെന്നയാള് കുറുകെ എടുത്ത് ചാടി, പെട്ടെന്നൊന്ന് ബ്രേക്ക് ചെയ്തപ്പോ മുറിവ് പറ്റി, അത്രേ ഉള്ളൂ. ഈ സംഭവം ആ സന്യാസിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നീ ഇപ്പോഴും പുരോഗമനം കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ? എന്താ വേണ്ടെന്ന് എനിക്കറിയാം. ഹലോ സുഭദ്രാമേ, മാധവനാണ്. ആ മാധവൻ നായരെ, നിങ്ങൾ എന്റെ വീട് വരെ ഒന്ന് വരണം. ഒരത്യാവശ്യ കാര്യം പറയാനാ. എന്താ സുഭദ്രാമേ? വരുമ്പോ എല്ലാം നേരിട്ട് പറയാം. ആ ശരി, വരാം. ആ വന്ദന ഗൗതമിന് വിധിച്ച പെണ്ണല്ല. അവള് മറ്റാർക്കോ ഭാര്യയാവേണ്ടവളാ. വിധിയെ തോൽപ്പിക്കാൻ നമുക്കാവില്ല. ഹലോ, ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഫോണിലൂടെ കേട്ട സുഭദ്രാമയുടെ സ്വരം അല്പം കടുത്തതായിരുന്നു. വീട്ടിലേക്ക് വിളിപ്പിച്ച് കാണണമെന്ന് പറഞ്ഞത് എന്തിനായിരിക്കും? ഒരു പിടിയും കിട്ടുന്നില്ല ചന്ദ്രു. ക്ഷേത്രത്തിൽ നടന്ന പൂജാതി കർമ്മങ്ങളിലെല്ലാം അവരെ ആത്മാർത്ഥമായി സഹായിച്ചതാ. അശോകേട്ടൻ വിളിച്ചു പറഞ്ഞ അപവാദങ്ങളൊന്നും അവർ വിശ്വസിച്ചിട്ടുമില്ല. അതിലൊന്നും യാതൊരു അനിഷ്ടവും കാണിച്ചിട്ടില്ല. അത് അത്യാവശ്യമായിട്ട് കാണുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. വാ പോയി നോക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.